നമസ്കാരം. രാവിലെയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുടെ തിരക്കുകളിലാണ് നമ്മുടെ പ്രധാനപ്പെട്ട മുന്നണികളെല്ലാം. കെ ശൈലജ മത്സരിക്കുമോ എന്ന് CPM അണികൾ ഉറ്റുനോക്കുന്നു. കോൺഗ്രസ് ആകട്ടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കുകയാണ്. മിക്ക സ്ഥലങ്ങളിലും ഒരു പേര് മാത്രം നിർദ്ദേശിക്കാനുള്ള നീക്കങ്ങളിലാണ് പ്രധാന രാഷ്ട്രീയ പാർട്ടികളെല്ലാം എന്നതാണ്. തെരഞ്ഞെടുപ്പ് ആസന്നമാണ്, യാത്രകൾ പുരോഗമിക്കുന്നു. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. തലക്കെട്ടുകൾ: സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള ചർച്ചകൾക്കായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. ജില്ലാ നേതൃത്വങ്ങൾ സമർപ്പിച്ച പ്രാഥമിക പട്ടിക വിശദമായി പരിശോധിക്കും. കെ ശൈലജയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ സെക്രട്ടേറിയറ്റ് നിലപാട് നിർണായകം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നോടിയായി കോൺഗ്രസ് നേതൃത്വം ഡൽഹിയിലേക്ക്. ഹൈക്കമാൻഡ് പ്രതിനിധികളുമായി നാളെ കൂടിക്കാഴ്ച. വയനാട്ടിലെ ദുരന്ത ബാധിതർക്കായി സർക്കാർ നിർമ്മിച്ച വീടുകൾ നാളെ കൈമാറും. ആദ്യഘട്ടത്തിൽ നൽകുന്നത് 178 വീടുകൾ. തൃക്കൈപ്പറ്റയിൽ മുസ്ലിം ലീഗ് നിർമ്മിച്ച 51 വീടുകളുടെ കൈമാറ്റം ഇന്ന്. മന്ത്രി വീണ ജോർജിനെതിരായ പ്രതിഷേധത്തിൽ റിമാൻഡിലായവരുടെ ജാമ്യാപേക്ഷ കോടതിയിൽ. ചുമത്തിയിരിക്കുന്നത് വധശ്രമമടക്കം ഗുരുതര വകുപ്പുകൾ. മന്ത്രിയുടെ മൊഴിയെടുക്കാൻ RPF ശ്രമം. വീണ ജോർജ് പത്തനംതിട്ടയിലെ വീട്ടിൽ വിശ്രമത്തിൽ. നഗരൂരിൽ പോലീസ് ജീപ്പ് തടഞ്ഞ ഉദ്യോഗസ്ഥരെ അസഭ്യം പറഞ്ഞ സംഭവത്തിൽ കേസെടുത്തു. 9 CPM DYFI പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസ്. പ്രകോപിപ്പിച്ചത് കോൺഗ്രസ് ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചതിന് കേസെടുത്തത്. JB കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ ക്രൈസ്തവ സഭകളുടെ ആശങ്കകൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗം ഇന്ന്. മുഴുവൻ ശുപാർശകളും നടപ്പാക്കണമെന്ന് ക്രൈസ്തവ സഭകൾ. യോഗം വൈകിട്ട് 4:30 മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ. വിശദമായ വാർത്തകളിലേക്ക് തന്നെ കടക്കാം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം അത് മലയാളിയുടെ മനസാക്ഷിയെ വല്ലാതെ നോപ്പിച്ച ഒന്നാണ്. നിരവധി ആളുകൾ ഭവനരഹിതരായി. ഒരുപാട് ആളുകൾക്ക് ഉറ്റവർ നഷ്ടപ്പെട്ടു. നമ്മൾ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായി അത് മാറിയ പശ്ചാത്തലമൊക്കെ ഉണ്ടായി. ഇപ്പോൾ ആ പ്രദേശം തിരിച്ചു വരികയാണ്. പതിയെ പഴയ ഈ പറഞ്ഞ പോലെ വേദനിപ്പിക്കുന്ന ഓർമ്മകളൊക്കെ മറന്ന് തിരിച്ചു വരുന്ന അവിടെ ദുരന്തബാധിതർക്കായി സർക്കാരും നമ്മുടെ മറ്റു സംവിധാനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അവിടുത്തെ സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിലെ വീടുകളുടെ ആദ്യഘട്ട കൈമാറ്റം നാളെയാണ്. അവസാനഘട്ട ജോലികൾ ടൗൺഷിപ്പിൽ പുരോഗമിക്കുകയാണ്. 178 വീടുകളാണ് കൈമാറുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീടുകളുടെ താക്കോൽ ദാനവും പട്ടയ വിതരണവും നടത്തും. കഴിഞ്ഞ ആഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട് നറുക്കെടുപ്പ് മറ്റും നടത്തിയത്. രണ്ടാം ഘട്ടത്തിൽ മറ്റ് ഭവനരഹിതർക്കും വീടുകൾ നൽകും എന്നുള്ളതാണ് സർക്കാർ പ്രഖ്യാപനം. അതേസമയം മുസ്ലിം ലീഗ് നിർമ്മിച്ച ആദ്യഘട്ട വീടുകളുടെ കൈമാറ്റം ഇന്ന് വൈകിട്ട് നടക്കും. അതായത് സർക്കാർ വീട് കൈമാറുന്നതിന് തൊട്ട് മുൻപ് മുസ്ലിം ലീഗ് മാതൃകാപരമായി അവരുടെ ഭവനങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നേരത്തെയൊക്കെ നിശ്ചയിച്ചതിൽ നിന്നും സ്ക്വയർ ഫീറ്റൊക്കെ വർദ്ധിപ്പിച്ച് വലിയ തരത്തിലുള്ള സൗകര്യങ്ങളുള്ള വീടുകളാണ് ലീഗ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. 51 വീടുകളുടെ കൈമാറ്റം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് നിർവഹിക്കുക. MS അനീഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അനീഷ്, അവിടെ ഭവനരഹിതർക്ക് വീടൊരുങ്ങുകയാണ്. സർക്കാരിൻ്റെ 170ഓളം വീടുകളാണെങ്കിൽ ലീഗ് 51 വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പശ്ചാത്തലമൊക്കെയുണ്ട്. ഒരുക്കങ്ങളൊക്കെ ഏതാണ്ട് പൂർണ്ണമായോ? എന്തൊക്കെയാണ് ഇന്ന് വൈകിട്ട് ആദ്യം ലീഗിൻ്റെ ചടങ്ങിലേക്ക് പോകാം. നടക്കുന്ന ചടങ്ങ് നാളെയാണല്ലോ സർക്കാർ വീടുകൾ കൈമാറുന്നത്. തീർച്ചയായും ഒറ്റ ദിവസത്തെ വ്യത്യാസമാണ് മുസ്ലിം ലീഗിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും വീടുകൾ കൈമാറുന്ന ചടങ്ങുകളിലേക്ക് ഉള്ളത്. നേരത്തെ സർക്കാരിൻ്റെ താക്കോൽ കൈമാറ്റം നേരത്തെ നിശ്ചയിച്ചതാണെങ്കിലും പിന്നീട് ഈ സാങ്കേതിക കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റ് ചില പണികളും ഒക്കെ തീരാൻ ഉള്ളതുകൊണ്ട് മാറ്റുകയായിരുന്നു. ഇതിനിടയിലാണ് ലീഗിൻ്റെ തീയതി നിശ്ചയിക്കുകയും അത് ഇന്ന് തന്നെ വിതരണം ചെയ്യുമെന്ന് അറിയിക്കുകയും ചെയ്തത്. 51 വീടുകളാണ് ലീഗ് നൽകുന്നത്. 3 കിടപ്പ് മുറികളുള്ള 1200 സ്ക്വയർ ഫീറ്റുള്ള വീടുകളാണ് അവയിൽ ഉള്ളത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വൈകുന്നേരമാണ് അതിൻ്റെ താക്കോൽ കൈമാറ്റ ചടങ്ങ്
സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി MP അടക്കമുള്ളവർ ആ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യും. എന്തായാലും അങ്ങേയറ്റം മാതൃകാപരമായൊരു സമീപനം തന്നെയാണ് ഇക്കാര്യത്തിൽ കാണിക്കുന്നത്. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ പ്രധാന നേതാക്കൾ PK കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള നേതാക്കളൊക്കെ പറയുന്നത് ഇത് സർക്കാർ പ്രോജക്റ്റ് ചെയ്യുന്നു, ഞങ്ങളും സർക്കാരിൻ്റെ അതിജീവന പദ്ധതിക്കൊപ്പമാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും വീട് കൊടുക്കാൻ പറ്റില്ലല്ലോ, ഞങ്ങൾ 100 വീടുകളാണ് കൊടുക്കുന്നത്, ബാക്കിയൊക്കെ സർക്കാരല്ലേ കൊടുക്കുന്നത്, ഞങ്ങൾ അതിനോട് പൂർണ്ണമായി സഹകരിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ ഒരു ദുരന്തമുഖത്ത് രാഷ്ട്രീയം കാണിക്കാതിരിക്കുക എന്ന കേരളത്തിൻ്റെ ഒരു മഹത്തായ ഒരു പൈതൃകം, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ആപത്തുകൾ വരുമ്പോൾ ഒന്നിച്ചു ചേർന്ന് നിൽക്കുന്ന ആ ഒരു കാര്യം ഇപ്പോഴും പിന്തുടരാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമുക്കറിയാം 2024 ജൂലൈ 30 ഒരു ആയുഷ്കാലം മുഴുവൻ സമ്പാദിച്ച സമ്പാദ്യങ്ങളും മനുഷ്യ ജീവനുകളുമൊക്കെ അപഹരിച്ചുകൊണ്ട് ഉരുൾ കല്ലുതുള്ളി ഈ ചൂരൽമല മുണ്ടക്കൈ ഭാഗങ്ങളിലേക്ക് എത്തുകയും മണ്ണിനടിയിൽപ്പെട്ട ആളുകൾ ഒരു ജീവശ്വാസം പോലും ഇല്ലാതെ അവശേഷിച്ചവർ, അടയാളങ്ങളിൽ നിന്നും നഖത്തിൽ നിന്നും മുടിയിൽ നിന്നുമൊക്കെ ആളുകളെ തിരിച്ചറിയേണ്ടി വന്ന ഒരു ദിനം, അല്ലെങ്കിൽ സമൂഹ മനസാക്ഷി ഒന്നടങ്കം വിറങ്ങലിച്ചു പോയ ദിനങ്ങൾ. അന്നത്തെ ആ കാഴ്ചകളിൽ നിന്നും ഇപ്പോൾ ഈ മെൽസ്റ്റൺ എസ്റ്റേറ്റിലെ ഈ ടൗൺഷിപ്പിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളാണ് ജീവിതത്തിലേക്ക് അക്ഷരാർത്ഥത്തിൽ ലഭിക്കുക. കാരണം എല്ലാം നഷ്ടപ്പെട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിനോ തലചായ്ക്കാൻ ഇടവുമില്ലാതെ ബുദ്ധിമുട്ടിയ ആ ഒരു ജനതയ്ക്ക് നാട് നൽകുന്ന കരുതലാണ്, ജനങ്ങൾ നൽകുന്ന ആ സ്നേഹം തന്നെയാണ് ഇത്തരമൊരു വലിയ ടൗൺഷിപ്പിലേക്ക് മാറിയിരിക്കുന്നത്. 65 ഏക്കറോളം വരുന്ന സ്ഥലം പൂർണ്ണമായി തന്നെ ടൗൺഷിപ്പിനായി മാറ്റിയിരിക്കുന്നു. അതും കൽപ്പറ്റ നഗരത്തിൻ്റെ ഹൃദയത്തിൽ തന്നെയാണ് ഈ പദ്ധതി സ്ഥാപിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. വളരെ സൗകര്യങ്ങളുള്ള സ്ഥലം, റോഡിനോട് ചേർന്ന ഇടമാണ്, എല്ലാത്തരം സൗകര്യങ്ങളുമുണ്ട്. മറ്റ് ഈ ഉരുൾപൊട്ടൽ ഭീഷണിയോ മറ്റ് അത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാനൊക്കെ ഉള്ള സാധ്യതകൾ കുറഞ്ഞ ഒരിടമെന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാൻ പറ്റും. ഒരുപാട് ജനങ്ങളൊക്കെ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയുടെ അടുത്ത് നമ്മളിപ്പോൾ തന്നെ കാണുന്ന ഈ ഒരു മാതൃകയിലായിരിക്കും ഈ ടൗൺഷിപ്പ് ഉണ്ടാവുക. നമ്മളൊക്കെ നഗരങ്ങളിലൊക്കെ പോകുന്ന ആധുനിക റെസിഡൻഷ്യൽ ഏരിയകളോട് കിടപിടിക്കുന്ന അതേ സൗകര്യങ്ങളുള്ള ഒരു ഇടമെന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. നമ്മളിപ്പോൾ കാണുന്നത് ഒരു മാതൃകാ ലാൻഡ്സ്കേപ്പിംഗ് സംവിധാനമൊക്കെ ഏർപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു വീടാണ്. ആ ഒരു മാതൃകയിലാവും ഉണ്ടാവുക. ഈ ലാൻഡ്സ്കേപ്പിങ്ങിന് ഇപ്പുറം ഇപ്പോൾ ഞാൻ ഈ നടന്ന് പോകുന്ന ഇടം ഇതാണ് ഈ ടൈലുകൾ, പേവിംഗ് ടൈലുകൾ പിരിച്ച കൃത്യമായ ഒരു കോറിഡോറുകൾ. ഈ ലാൻഡ്സ്കേപ്പിങ്ങിന് ഇടയ്ക്ക് വീടുകൾക്ക് മുൻവശം ഒരു കൃത്യമായ പാതകൾ ഉണ്ട്, ഓരോ ഇടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാതകളുണ്ട്. അതിനപ്പുറമാണ് 7 സെന്റ് സ്ഥലത്തിനുള്ളിൽ വീടുകൾ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ആളുകളൊക്കെ ഒരുപാട് പേര് ഇവിടേക്ക് വരുന്നുണ്ട് അല്ലേ? ചേട്ടാ എവിടുന്നാ? ചുരൽമലയാ? അവിടെയായിരുന്നോ വീട്? എൻ്റെ വീട് അതിൻ്റെ തൊട്ടടുത്താണ്. ശരിക്കും ടൗണിൽ നിന്ന് 200 മീറ്റർ ഡിസ്റ്റൻസിലാണ് എൻ്റെ വീട്. ഞാനൊരു സഞ്ചാരിയാണ്. ഞാൻ രാവിലെ ആ നാട്ടിലൂടെ എന്നും പോയി ഏകദേശം ഒരു 5-6 കൊല്ലമായിട്ട് അവിടുത്തെ വീഡിയോകളൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്, ഒരു യൂട്യൂബറാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു മാറ്റങ്ങളും കൂടെ നമുക്ക് ആളുകളെ കാണിക്കണമല്ലോ. അതായത് ഒരു നാട് വിട്ട്, അതായത് ഒരു ഗ്രാമങ്ങളിൽ നിന്ന് ഒരു വലിയൊരു പട്ടണത്തിലേക്ക് മാറുമ്പോൾ ആളുകൾക്ക് ഉണ്ടാവുന്ന സംഗതികൾ എന്താണ് എന്ന് വിലയിരുത്താൻ വേണ്ടി തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഒരു 6 മാസം മുന്നിപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. സ്വന്തമായിട്ട് വീടുണ്ടാക്കി ഞാൻ അവിടെ താമസിക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടെ വരുന്ന ആളുകളും കൂടെ ഇത്തരത്തിലുള്ള വലിയൊരു സംഭവമാണ്, അതായത് സംസ്ഥാന സർക്കാർ ചെയ്യുന്ന ഈ ഒരു മഹത്തായ സംഭവമാണ്. അത് ലോകോത്തര മാതൃകയിലാണ് ഈ സാധനം ചെയ്തത്. ഇത് തുടക്കം മുതൽ ഇതിന്റെ തറക്കല്ലിടുന്ന സമയം മുതൽ ഞാനിവിടെ ഉണ്ട്. അത് എല്ലാ സംഭവങ്ങളും അതിൽ ഉണ്ടാക്കുന്ന എല്ലാ സംഭവങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് മനസ്സിൽ തോന്നുന്നു, ഞാനെന്ന ദുരന്തം നടന്ന കുറേ ദിവസങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന ആളാണ്. പെട്ടെന്ന് നമ്മുടെ ഒരു മനസ്സിലേക്ക് എത്തുന്നത് ഈ ചെളിയിൽ പൊതിഞ്ഞു പോയ ആളുകൾ പൊക്കിയെടുക്കുന്ന തകർന്നടിഞ്ഞ വീടുകളിൽ നല്ല ഗംഭീരമായ വീടുകളായിരുന്നു ചൂരൽമല ഉണ്ടായിരുന്നത്. ആ സ്കൂളിനൊക്കെ ഇപ്പുറത്തുള്ള വീടുകളൊക്കെ നല്ല മനോഹരമായി കെട്ടിപ്പൊക്കിയ വീടുകളായിരുന്നു. ആ വീടൊക്കെ നഷ്ടപ്പെട്ട ആളുകൾ ഇപ്പോഴും അവിടെ ഇവിടെയൊക്കെ കഴിയുക. അവരാണ് ഈ വീടുകളിലേക്ക് വരാൻ പോകുന്നത് അല്ലേ? ശരിക്കും നിങ്ങൾ കാണാം, സ്കൂളിന്റെ തൊട്ടടുത്തായിട്ടുള്ള ആ ഒരു ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ആസ്പെറ്റോസ് ഇട്ട വീട് ശരിക്കും എന്റെ മാമന്റെ വീടാത്. ഫസ്റ്റ് നമ്മൾ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശരിക്കും 1:45 മുതൽ നമ്മൾ മുണ്ടക്കായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് നല്ല മഴയാണ്. അപ്പൊ നമുക്ക് വീട്ടിന്റെ ഉള്ളിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. ഇത്രയും ഡിസ്റ്റൻസ് അനീഷ് ഉള്ളത് അവിടെ മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായി
നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ തൊട്ടടുത്താണ് വലിയ തോതിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി മാതൃകാപരമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അവിടെ പുരോഗമിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ വീടുകളുടെ താക്കോൽ ദാനം 51 വീടുകളാണ്. മനോഹരമായ ഏറെ സൗകര്യപ്രദമായ ഒരു 51 ടൗൺഷിപ്പിൻ്റെ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന 51 വീടുകളാണ് ഇപ്പോൾ ഇന്ന് വൈകുന്നേരം കൈമാറുന്നത്. സർക്കാരിൻ്റെ വീടുകളുടെ ആദ്യഘട്ട കൈമാറ്റം നാളെയാണ്. ഏതായാലും വലിയൊരു ദുരന്തത്തിൽ നിന്ന് തിരിച്ചു വരുന്ന ഒരു ജനതയുടെ അതിജീവനത്തിൻ്റെ ഒരു പ്രതീകം കൂടി ആയി ഈ വീടുകൾ മാറുകയാണ്. പല ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടുവെങ്കിലും അതിൻ്റെ വേദന ജീവിതകാലം മുഴുവൻ ഉണ്ടാകുമെങ്കിലും താമസിക്കാൻ കെട്ടുറപ്പുള്ള ഒരു സംവിധാനത്തിലേക്ക് മാറുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമാണ് എന്നുള്ളതാണ്. അനീഷ് കുമാർ അവിടെ തുടരുന്നുണ്ട്. അനീഷിലേക്ക് വരാം. അവിടെ ചില ആളുകൾക്കൊപ്പമാണ് അനീഷ് ഉള്ളത്. അതിനു മുൻപ് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്കായി സർക്കാർ ഒരുക്കിയ ടൗൺഷിപ്പിലെ 178 വീടുകളുടെ താക്കോൽ ദാനവും പട്ടയദാനവും നാളെ മുഖ്യമന്ത്രി നിർവഹിക്കും. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ വളരെയേറെ സൗകര്യങ്ങളുള്ള വീടുകളാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. ഈ വീടിൻ്റെ ഉൾവശവും സൗകര്യങ്ങളുമൊക്കെ നമുക്കൊന്ന് കണ്ടുവരാം. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി സർക്കാർ നിർമ്മിച്ചു കൊടുത്ത ടൗൺഷിപ്പിന് മുന്നിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഈ ടൗൺഷിപ്പിൽ ഏതാണ്ട് 178ഓളം വീടുകളാണ് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന്റെ ഗുണഭോക്താക്കൾക്ക് നൽകുക. നാളെ 11 മണിക്ക് താക്കോൽദാനവും ഒപ്പം ഇവർക്കുള്ള പട്ടയ വിതരണവും നടക്കും. എന്തായാലും 178ഓളം മനോഹരമായ വീടുകളാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഒരു വീടിന്റെ മുന്നിലാണ്. പക്ഷേ ഈ വീടിന്റെ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം. ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു സിറ്റ് ഔട്ട് ആണ് ഇവിടെ ഉള്ളത്. വളരെ വിശാലമായ ഒരു സിറ്റ് ഔട്ടാണ്. ഏതാണ്ട് ഒരു 4-5 കസേരകളൊക്കെ ഇടാനുള്ള സൗകര്യം ഈ സിറ്റ് ഔട്ടിലുണ്ട്. അതോടൊപ്പം തന്നെ അതിന് മുന്നിലായിട്ട് തന്നെ പൂച്ചട്ടികളൊക്കെ വെക്കുന്നതിന് വേണ്ടി ഒരു സ്പേസ് മാറ്റിയിട്ടുണ്ട്. അവിടെ പൂച്ചട്ടികളോ അല്ലെങ്കിൽ പൂ വെച്ച് പിടിപ്പിക്കുക അതിനുള്ളൊരു സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ സിറ്റ് ഔട്ട് കഴിഞ്ഞാൽ നേരെ നമ്മൾ പോകുന്നത് ഒരു ഹാളിലേക്കാണ്. ഈ ഹാള് ഡൈനിങ് ഹാളായിട്ടോ അല്ലെങ്കിൽ ലിവിംഗ് ഹാളായിട്ടോ വേർതിരിച്ചിട്ടില്ല. രണ്ടിനും കൂടി ആയിട്ട് ഒരു വലിയ ഹാളാണ്. അത്രയും വിസ്താരമുണ്ട്. കാരണം സോഫ സെറ്റ് ഇടാം, അതുപോലെ തന്നെ കസേരകൾ ഇടാം, ഇനി ഫർണിച്ചറുകൾ വേണമെങ്കിൽ ഇടാം. അത്രയ്ക്കും വിശാലമായ ഒരു ഹാളാണ് ഈ ഒരു സജ്ജീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിന്റെ സൈഡിലായിട്ട് ഒരു സ്റ്റഡി റൂം, അതായത് കുട്ടികൾക്കൊക്കെ പഠിക്കാൻ വേണ്ടി എന്നുള്ള ഒരു സൗകര്യത്തിലാണ് ഒരു സ്റ്റഡി റൂം ഇവിടെ വെച്ചിട്ടുള്ളത്. അതിൽ സ്വിച്ചും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കമ്പ്യൂട്ടർ ഒക്കെ വെക്കണമെങ്കിലൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. ഇനി അഥവാ കുട്ടികളൊന്നും ഇല്ലാത്ത വീടുകളാണെങ്കിൽ എന്തെങ്കിലും അലമാരകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാൻ അത്രയും വിശാലമായ ഒരു സ്റ്റഡി റൂം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കിടക്കുന്നത് പ്രത്യേകം മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. വളരെ വിശാലമായ ഒരു ബെഡ്റൂമാണ്. കാരണം വലിയൊരു കട്ടിലോ അതുപോലെ തന്നെ അലമാരയും ഒക്കെ വെക്കാൻ പാകത്തിനുള്ള ഒരു വലിയ ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിലെടുത്ത് പറയേണ്ടത് ഇത് ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഇതില് യൂറോപ്യൻ ക്ലോസറ്റ് അതുപോലെ തന്നെ ഒരു വാഷ് ബേസിൻ എല്ലാം ഈ ഒരു റൂമിലുണ്ട്. അതായത് ഇത് ബാത്ത് അറ്റാച്ച്ഡ് റൂമാണ്. ഇത് അത്യാവശ്യം വലുപ്പമുള്ള അല്ലെങ്കിൽ ഒരു 6-5 സൈസ് വരെയുള്ള കട്ടിലിടാനുള്ള ഒരു വലുപ്പം ഇതിലുണ്ട്. അതുപോലെ ഒരു മേശ വെക്കാനുള്ള വലുപ്പമുണ്ട്, അലമാര വെക്കാനുള്ള വലുപ്പമുണ്ട്. എല്ലാ സ്ഥലത്തും വേണ്ട സ്ഥലത്തൊക്കെ സ്വിച്ചുകളും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ വീണ്ടും ഹാളിലേക്ക് തന്നെ കിടക്കുമ്പോൾ ഇവിടെ ഒരു വാഷ് ബേസിൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കോമൺ ബാത്റൂമും, അതായത് അവിടെ ബാത്ത് അറ്റാച്ച്ഡ് ആണെങ്കിൽ ഈ ഹാളിൽ ഒരു കോമൺ ബാത്റൂം, അതും യൂറോപ്യൻ ക്ലോസറ്റ് ആണ്. വലിയ വിസ്താരമുള്ള ഒരു ബാത്റൂം തന്നെയാണുള്ളത്. ഇനി നമ്മൾ കിടക്കുന്നത് രണ്ടാമത്തെ റൂമിലേക്കാണ്. ആദ്യത്തെ റൂമിന്റെ അതേ വലുപ്പം തന്നെയുള്ളതാണ് രണ്ടാമത്തെ റൂം. ഇവിടെ ഫർണിച്ചറുകൾ, പാലമാരയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നന്നായി വെളിച്ചം കയറുന്ന ഒരു റൂമാണത്. കാരണം ആ രീതിയിലാണ് ജനാലകളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഒരു കാറ്റും വെളിച്ചവും കയറുന്ന 2 റൂമുകളും അതേപോലെ തന്നെയാണ്. 2 റൂമിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ നമ്മൾ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ്. അതായത് ഒരു വീടിന്റെ പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നതാണ് കിച്ചൺ. ഈ കിച്ചണില് വലിയ ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ സ്ലാബുകളെല്ലാം വാർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിച്ചൺ കബോർഡുകളുണ്ട്. ഇതെല്ലാം എല്ലാ വീടുകളിലും ഇതുപോലെ തന്നെയാണ്. സ്ലാബുകളും അതുപോലെ തന്നെ ഇവിടെ ഇതിനുള്ള കിച്ചൺ കബോർഡുകൾ മേലെയുണ്ട്. അതുപോലെ തന്നെ ഈ അടിയിലൊക്കെ എന്ത് വേണമെങ്കിലും വെക്കാനുള്ള അത്രയും വിസ്താരമായിട്ടുള്ള ഒരു സ്ലാബാണ് ഇവിടെ വാർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വളരെ മനോഹരമായ കിച്ചൺ കബോർഡുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ വീടുകളിലും ഇതേ രീതിയിൽ തന്നെയാണ്. എല്ലാ വീടും ഓരോ വീടിനും വ്യത്യസ്തമായിട്ട് ഒന്നുമില്ല. ഇനി നമ്മൾ ഈ അടുക്കളയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഒരു വർക്ക് ഏരിയയിലേക്കാണ്. അതായത്
ഇവിടെ വേണമെങ്കിൽ സ്റ്റോർ റൂമായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ വെക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് അവിടെ ഒരു സ്ഥലം സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിങ്ക്, പാത്രങ്ങളൊക്കെ കഴുകുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 7 സെന്റാണ് ഈ സ്ഥലമെങ്കിലും വളരെ വിശാലമായിട്ടാണ് ആ 7 സെന്റിൽ എങ്ങനെ ഒരു വീടുണ്ടാക്കാം അല്ലെങ്കിൽ ബാക്കി സൗകര്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് വീട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ അടുക്കളയിൽ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിശാലമായിട്ടുള്ള ഒരു മുറ്റമാണ് കാണുന്നത്. ഇത് ബാക്ക് സൈഡാണ്. ഇവിടെ വേണമെങ്കിൽ പച്ചക്കറികൾ നടാനോ അല്ലെങ്കിൽ ഇനി ഒരു 10-12 വാഴ വെക്കാനോ ഒക്കെ ഉള്ള ഒരു സൗകര്യം ഇവിടെയുണ്ട്. അതിൽ ഉപരിയായിട്ട് നമ്മൾ പറയേണ്ടത് ഏതാണ്ട് ഒരു 5-6 അടി ഉയരത്തിലുള്ള ചുറ്റുമതിൽ എല്ലാ വീടുകളിലും കെട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇത് അടുത്തടുത്ത് ആണ് വീടെങ്കിലും അത് നമുക്ക് ഫീൽ ചെയ്യില്ല, കുറച്ച് ദൂരത്തുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ചുറ്റുമതിലൊക്കെ വന്നതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ഫീലിംഗ് ഇതിലില്ല. അതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തേക്ക് പറയുകയാണെങ്കിൽ മനോഹരമായ ഒരു ഗേറ്റ് അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് മുമ്പിൽ. പിന്നെ ഇവിടെ നമ്മളിപ്പോൾ കാണാം ഒരു സ്റ്റെയർ കേസ്. ഇത് ഒരു സാധാ ഒരു സ്റ്റെയർ കേസ് ആണ്. ഇത് വേണമെങ്കിൽ എടുത്തു മാറ്റാവുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഇനി ഒരു ഭാവിയിൽ ഇവർക്ക് ആർക്കെങ്കിലും റൂമുകൾ 2 ബെഡ്റൂമാണ് ഇപ്പോൾ സജ്ജീകരിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഇനി ഇവർക്ക് വേറെ റൂമുകൾ ഉണ്ടാക്കണമെങ്കിൽ 2-3 റൂം ഉണ്ടാക്കാനുള്ള ഒരു സൗകര്യം ഇതിന്റെ മുകളിലുണ്ട്. അതിന്റെ ആ കണക്കിലാണ് ഇതിന്റെ അടിത്തറ അല്ലെങ്കിൽ അടിത്തറ ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അത്രയും ഉറപ്പിലാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇനി വേണമെങ്കിൽ 2-3 റൂമുകൾ മുകളിൽ സജ്ജീകരിക്കാനുള്ള ഒരു സൗകര്യം കൂടി ഇവിടെയുണ്ട്. എന്തായാലും ഇത്രയും സൗകര്യത്തോടെയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പൊ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് ഈ വീടുകൾ കാണാൻ തന്നെ നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് ആളുകളുണ്ട്, നമുക്ക് അവരുമായി സംസാരിക്കാം. നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? കോഴിക്കോട് നിന്ന്. ഇപ്പൊ ഈ വീട് കാണുന്നതിന് വേണ്ടിയാണോ വന്നത്? എങ്ങനെ ഈ ഒരു ഉരുൾപൊട്ടൽ വന്നപ്പോ നമുക്കൊക്കെ വലിയ വിഷമമായിരുന്നു അല്ലെ? ഈ വീട് കണ്ടപ്പോ എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. എങ്ങനെയുണ്ട് വീടിന്റെ ഒരു സൗകര്യം? വളരെയധികം അഭിമാനവും അതിലേറെ സന്തോഷവുമാണ് എനിക്കിവിടെ തോന്നുന്നത്. കാരണം നമുക്ക് ഈ ഇത്രയും ദുരിതത്തിൽ പെട്ടുപോയ ഒരു ജനവിഭാഗത്തെ ഇവര് നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട് തന്നെ നമ്മുടെ സർക്കാർ ഈ പാവപ്പെട്ട ജനങ്ങളെ ഇത്രയും നല്ലൊരു സൗകര്യത്തിലായി കൊണ്ടുവന്നില്ലേ, നമുക്ക് അഭിമാനം തോന്നുന്നു. ഇങ്ങനെയുള്ള ഇതില് നമുക്ക് എന്താണ് പറയാ, വാക്കുകളില്ല എനിക്ക്. തീർച്ചയായും കുറെ അമ്മമാര് നിൽക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് വീടുകളൊക്കെ? സന്തോഷം തോന്നുന്നു. സന്തോഷം, സങ്കടത്തിനോട് കൂടെ സന്തോഷം. അവർക്ക് നല്ല ഒരു സൗകര്യത്തിന് നല്ല സന്തോഷത്തിൽ ഇനി ജീവിക്കാലോ എന്നുള്ള സമാധാനത്തോട് ജീവിക്കാലോ എന്ന് വിചാരിച്ചു. നിങ്ങൾ ഈ വീട് കാണാനായിട്ട് വന്നത്? കോഴിക്കോട്. തീർച്ചയായും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ വീട് കാണുന്നതിനായി തന്നെ നിരവധി ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. എന്തായാലും നാളെ ഈ വീട് ഇതിന്റെ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുകയാണ്. ഒരുപക്ഷെ അവരുടെ വലിയ നഷ്ടങ്ങളിൽ നിന്നും ഒരു സമാധാനം കിട്ടുന്നതിന് വേണ്ടി മറ്റൊരു വീട്ടിലേക്ക് അവർ വന്നിരിക്കുകയാണ്. ഈ വീട്ടിൽ അവർക്ക് ഒരുപാട് സമാധാനം ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയം, അതിലേക്ക് വരാം. അതിന് മുൻപ് MS അനീഷ് കുമാർ അവിടെ തുടരുന്നുണ്ട്. നമ്മുടെ ഈ മുണ്ടക്കൈ ചുരൽമല അവിടെ ടൗൺഷിപ്പ് ഉയരുന്ന സ്ഥലത്ത് അനീഷ്, നേരത്തെ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമുക്ക് വീണ്ടും അവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. വളരെ സന്തോഷത്തിലാണ് നേരത്തെ പറഞ്ഞതുപോലെ അവിടെ വസിക്കാൻ വരുന്ന ആളുകളെന്ന കാര്യത്തിൽ സംശയമില്ല. വലിയ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു അല്ലേ? തീർച്ചയായും നമ്മൾ സാധാരണ ഈ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായൊക്കെ വീടുകൾ നിർമ്മിക്കുമ്പോൾ ഒരു കോളനി വൽക്കരണം അല്ലെങ്കിൽ അത്തരത്തിൽ ആളുകളുടെ ഒരു ആത്മാഭിമാനത്തെ ബാധിക്കുന്ന രീതിയിലുള്ളൊരു നിർമ്മാണം എന്നൊക്കെ കുറ്റപ്പെടുത്തുമ്പോഴും, പക്ഷേ ഇവിടെ അത്തരമൊന്നുമില്ല. ഒരു ആധുനിക ടൗൺഷിപ്പിൽ എങ്ങനെ അന്തസ്സോടുകൂടി ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയും എന്നതിൻ്റെ കൃത്യമായ ഒരു ഉദാഹരണമാണ് ഇവിടെ ഉള്ളത്. ഡ്രൈനേജ് സംവിധാനങ്ങൾ, ഈ പേവിംഗ് ടൈൽ വിരിച്ച സ്ഥലങ്ങൾ കണ്ട് നമുക്ക് എന്തായാലും ഒരു വീട്ടിലേക്ക് കൂടി ഒന്ന് കയറി നോക്കാം. നിർമ്മാണം പുരോഗമിക്കുന്ന ഇടങ്ങളാണ്. ഇവിടെ ദ്രുതഗതിയിലാണ് ജീവനക്കാർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കൊരു വീട് ഒന്ന് കണ്ടു നോക്കാം, വീട്ടിലേക്കൊന്ന് കയറി നോക്കാം. വളരെ വൃത്തിയുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് ആദ്യം തന്നെ കാണാൻ കഴിയുന്നത്. അതും നല്ല രീതിയിലുള്ള തറയൊക്കെ വിരിച്ചിരിക്കുന്ന ഒരു സിറ്റ് ഔട്ട്. അത്യാവശ്യം ഇരിക്കാൻ ഇടമുള്ള സ്ഥലമുണ്ട്. തൊട്ടു മുന്നിൽ ഈ വേണമെങ്കിൽ ചെടിയൊക്കെ വെക്കാൻ, അത് മൂടി പിടിപ്പിച്ച് വെക്കാനുള്ള ഒരു ഇടം കൊടുത്തിട്ടുണ്ട്. നല്ല വീതിയുള്ള അല്ലെങ്കിൽ വിസ്തൃതിയുള്ള ഒരു ഹോളിലേക്കാണ് നമ്മൾ ഈ വീട്ടിൽ കിടക്കുമ്പോൾ ആദ്യം കിടക്കുന്നത്. അവിടെ ഒരു ലിവിങ് ഏരിയ പോലുള്ള ഒരു ചെറിയ ഒരു പോർഷനുണ്ട്. അവിടെ നിന്നുമാണ് പിന്നീട് കിടപ്പുമുറി ഭാഗത്തേക്ക് ഉള്ള പ്രവേശനം ഉണ്ട്. ഈ കിടപ്പുമുറി തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ഒരു കിടപ്പുമുറിയാണ്. നല്ല തരത്തിലുള്ള ഡോറുകൾ, ബലം ഉള്ള
ഡോറുകളൊക്കെ ഈ കിടപ്പുമുറിക്കും ഉണ്ട്. നല്ല ഫിറ്റിങ്ങുകളാണ്. ഈ ബലമേറിയ ലോക്കുകളൊക്കെ ഉണ്ട്. തൊട്ടാൽ താഴെ പോകുന്ന തരത്തിലുള്ള ലോക്കുകളല്ല. ഈ ഹാളിൽ തന്നെ സിങ്ക് സംവിധാനമുണ്ട്. അതിനോട് ചേർന്നൊരു കോമൺ എന്ന രീതിയിലൊരു ബാത്റൂമുണ്ട്. ഈ ബാത്റൂമിൻ്റെ ടൈലുകളുമൊക്കെ നല്ല വിലയേറിയ മേന്മയേറിയ തരത്തിലുള്ളതാണ്. പിന്നീട് മറ്റൊരു കിടപ്പുമുറി നമുക്ക് ഈ വശത്ത് തന്നെ നോക്കിയാൽ കാണാം. ഒപ്പം ഈ സ്വിച്ചുകളും മറ്റ് ഫാനുകളുമൊക്കെ നിലവാരമുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഒരു കൃത്യമായൊരു മാനദണ്ഡം അല്ലെങ്കിൽ ഉയർന്ന ഗുണനിലവാരമുണ്ട് എന്ന് നമുക്ക് തറപ്പിച്ച് പറയാം. ഒടുവിലാണ് അടുക്കള ഭാഗമുള്ളത്. അടുക്കളയും അത്യാവശ്യം നല്ല വലിപ്പമേറിയ ഒരു അടുക്കളയാണ്. എക്സോസ്റ്റ് ഫാനുകളൊക്കെ ഘടിപ്പിച്ചിരിക്കുന്ന, പുറത്തേക്കുള്ള ജനലുകളൊക്കെ ഉള്ള ഒരു വിശാലമായ ഒരു അടുക്കളയെന്ന് തന്നെ നമുക്ക് പറയാം. അതിനോട് തൊട്ട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ വർക്ക് ഏരിയയിലൂടെ പുറത്തേക്ക് കടന്നാൽ പുറത്ത് ആളുകൾക്ക് ഒന്ന് വ്യക്തമായി നടക്കാനൊക്കെ ഉള്ള ഒരു പരിസരം ഈ അടുക്കളയുടെ ചുറ്റുമുണ്ട്. കാരണം 7 സെന്റാണ്. 7 സെന്റ് എന്ന് പറയുന്നത് ചെറിയ ഇടമാണെന്ന് പറഞ്ഞാലും സ്ഥലം പരമാവധി ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരമൊരു നിർമ്മിതി നടത്തിയത്. ഒപ്പം അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് ഈ ടെറസിലേക്കുള്ള ഗോവണികളാണ്. ടെറസിലേക്ക് കടക്കാൻ കഴിയും. അതായത് ഈ വീട് ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് വേണമെങ്കിൽ ഒരു നില കൂടി പണിയാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സൗകര്യമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്കൊരു പക്ഷേ ആ ടെറസിലേക്ക് കയറുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായ കാഴ്ച ഈ പുതിയ ടൗൺഷിപ്പിനെ കുറിച്ച് ലഭിക്കും. നിരനിരയായി നിർമ്മിച്ചിരിക്കുന്ന വീടുകളെ പറ്റിയൊക്കെ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. അതിൻ്റെ ഒരു ചിത്രം കാണാൻ കഴിയും. വളരെ രസകരമായ അല്ലെങ്കിൽ ഒരു ആധുനിക ടൗൺഷിപ്പ് എന്ന് കൃത്യമായി തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ടൗൺഷിപ്പ് തന്നെയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ടെറസിന് മുകളിൽ സോളാർ പാനലുണ്ട്. ഈ സോളാർ പാനലിൽ നിന്നുള്ള കറണ്ട് ആളുകൾക്ക് ഉപയോഗിക്കാം. അത് നിശ്ചിത ശതമാനമുണ്ട്. അതിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ചാൽ മാത്രം അവർ പണം നൽകിയാൽ മതിയാവും. ഒപ്പം കുടിവെള്ള ടാങ്കുകൾ എല്ലാ വീടുകളിലുമുണ്ട്. നിരനിരയായി ഈ വീടുകൾ നിൽക്കുന്ന കാഴ്ച ഇതാണ്. ആ സോളാർ പാനല്, അതിൽ നിന്നും കൃത്യമായി ഇടതടവില്ല അവർക്ക് കറണ്ട് ലഭിക്കും. ഒപ്പം സമൃദ്ധമായി സൂര്യപ്രകാശം ലഭിക്കുന്ന വിശാലമായ ഇടമാണ്. അതുകൊണ്ട് അത്തരമൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എല്ലാ വീട്ടിലേക്കും വാട്ടർ ടാങ്കുകൾ, പൊതുവായുള്ള ജലസംഭരണികൾ ഉണ്ട്. പൊതുവായി ജലസംഭരണി ഉണ്ടെങ്കിൽ പോലും ഓരോ വീടുകളിലേക്കും ടാങ്കുകളിൽ അവർക്ക് ജലം സംഭരിക്കുന്നതിനുള്ള ഒരു സംവിധാനമുണ്ട്. കേന്ദ്രീകൃതമായ മാലിന്യ നിർമ്മാർജ്ജന സംവിധാനമുണ്ട്. അതും ഒരുപാട് മാർഗങ്ങളിലൂടെയൊക്കെ ഈ ശുചീകരിച്ച് അവിടെ നിന്ന് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വെള്ളം വേണമെങ്കിൽ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. കുടിക്കാൻ പോലും പര്യാപ്തമെന്നൊക്കെയാണ് ശാസ്ത്രീയമായ പഠനങ്ങളുള്ളത്. പക്ഷേ ഈ ചെടി നനയ്ക്കുക അല്ലെങ്കിൽ അതുപോലുള്ള ടോയ്ലറ്റിൽ ഉപയോഗിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ വെള്ളം പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം പരിസ്ഥിതി സൗഹൃദമായ രീതിയിൽ തന്നെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത്. ഭൂകമ്പത്തെ അടക്കം പ്രതിരോധിക്കാൻ ശേഷിയുള്ള നിർമ്മാണ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരിക്കുന്നു. നമ്മളിപ്പോൾ കാണുന്നത് വളരെ സജീവമായി രാവിലെ ഈ വീടുകളിലേക്ക് എത്തുന്ന ജോലിക്കാരാണ്. അവരൊക്കെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ അവിരാമം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാപ്പകലില്ലാതെ പല ഷിഫ്റ്റുകളിലായൊക്കെ ജോലി ചെയ്യുന്ന ആളുകളെ കാണാം. എന്തായാലും ഈ കാണുന്ന വീടുകളൊക്കെ നാളെ മുഖ്യമന്ത്രിയുടെ ചടങ്ങ് അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ ചടങ്ങ് നടക്കുമ്പോഴേക്കും ഏതാണ്ട് ഒരു പൂർണ്ണ തോതിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ്. പക്ഷേ നാളെ താക്കോൽ കൈമാറ്റം നടന്നാലും ഇനി കുറച്ച് ദിവസങ്ങൾ കൂടെയൊക്കെ വേണ്ടി വരും ഒരുപക്ഷെ ഈ ഒരു പൂർത്തീകരിച്ചവരുടെ കയ്യിലേക്ക് ഈ വീടുകൾ കൈമാറാൻ. പക്ഷേ ഇപ്പോഴും പണികൾ നടക്കുന്നു. വളരെ തകൃതിയായി തന്നെ ജോലികൾ നടക്കുന്നു. എന്തായാലും അന്തസ്സോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു കൃത്യമായ സാഹചര്യത്തിലുള്ള ഒരു ടൗൺഷിപ്പ് തന്നെയാണ് ഇവർക്ക് വേണ്ടി സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. ചൂരൽമലയുടെ മുറിവുകൾ പൂർണ്ണമായും ആയില്ലെങ്കിൽ പോലും അവരുടെ അതിജീവനമെന്ന വലിയ ലക്ഷ്യം സാധ്യതമാക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു പദ്ധതി തന്നെയാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത്.
MS സനീഷ് കുമാറാണ് അവിടെ നിന്ന് തത്സമയം വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഇത് അതിജീവനത്തിൻ്റെ നാളുകളാണ്, വലിയൊരു മാതൃകയാണ്. ഒരുപാട് സുമനസ്സുകളുടെ കാരുണ്യത്തിൻ്റെ ഫലമായി ഉയരുന്ന ടൗൺഷിപ്പുകൾ അവിടെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി ഒരുങ്ങുന്നു. സർക്കാരും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും പൊതുജനങ്ങളുമൊക്കെ കൈകോർത്തപ്പോൾ വലിയ ദുരന്തം ഫേസ് ചെയ്ത ആളുകൾ അവർ പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. സ്വന്തമായി ഒരു പാർപ്പിടം ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം കൂടുതൽ വാർത്തകളുമായി ഇടവേളയ്ക്ക് ശേഷം. ഒരു നാടിൻ്റെ പേര് വെറുമൊരു അടയാളം മാത്രമല്ല, അതിൽ ആ നാടിൻ്റെ സാംസ്കാരിക പൈതൃകവും ചരിത്രപരമായ പരിണാമവും ഒരു ജനതയുടെ വൈകാരികമായ സ്വത്വവും അഗാധമായി ഇഴചേർന്ന് കിടപ്പുണ്ട്. കാലങ്ങളായി ഇംഗ്ലീഷിലും മറ്റ് ഔദ്യോഗിക രേഖകളിലും കേരള എന്ന് വിളിക്കപ്പെട്ടിരുന്ന നമ്മുടെ സംസ്ഥാനം മലയാളികളുടെ സ്വന്തം മാതൃഭാഷയായ മലയാളത്തിൽ ഉച്ചരിക്കുന്നത് പോലെ കേരളം എന്ന ഔദ്യോഗിക നാമത്തിലേക്ക് മാറാനുള്ള ഒരുക്കത്തിലാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ദീർഘനാളായുള്ള ഈ ആവശ്യത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയതോടെ ഭരണഘടനാപരമായ മാറ്റങ്ങളിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പാണ് പൂർത്തിയായിരിക്കുന്നത്. ഒരു നാടിൻ്റെ സ്വത്വം അതിൻ്റെ യഥാർത്ഥ പേരിൽ തിരിച്ചറിയപ്പെടുക എന്നത് ഏതൊരു ജനതയെയും സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കാര്യമാണ്. കൊളോണിയൽ കാലഘട്ടത്തിൻ്റെയോ മറ്റ് ഭാഷാപരമായ സ്വാധീനങ്ങളുടെയോ ഫലമായി രൂപാന്തരം പ്രാപിച്ച പേരുകളിൽ നിന്നും തനതായ പേരുകളിലേക്കുള്ള മടങ്ങിപ്പോക്ക് കേവലമൊരു അക്ഷരമാറ്റമല്ല, മറിച്ച് ചരിത്രപരമായ ഒരു തിരുത്തൽ കൂടിയാണ്. ഈ പേരുമാറ്റത്തിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഭാഷാപരമാണ്. കടലമ്മയുടെ കനിവിൽ ജീവിക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ വഴി കൂറ്റൻ മതിൽ കെട്ടി അടച്ച റിസോർട്ട് മാഫിയ. ഇവിടെയാണ് 25 ഏക്കറോളം ഭൂമി റിസോർട്ട് കൈയടക്കിയതിനെ തുടർന്ന് ഇവിടെയുള്ള അടിസ്ഥാനപരമായ വികസനങ്ങൾ പോലും നടപ്പിലാക്കാൻ കഴിയാതെ വഴിയടക്കം ഇവിടെയുള്ള നാട്ടുകാർക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങൾ കണ്ടത് നിങ്ങളോട് വിളിച്ചു പറഞ്ഞു. ഒരു വിധത്തിലും പറ്റാത്ത ഒരവസ്ഥയാണ്. നമ്മൾ ഏത് വികസന പ്രവർത്തനവും വ്യവസായവും വരുന്നതിനൊന്നും നമ്മളെ നാട്ടുകാരും പൊതുജനപ്രതിനിധികളാരും അതിനൊന്നും എതിരല്ല. ന്യൂസ് 18 കേരളം സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ശരണ്യ സ്നേഹത്തിന്റെ റിപ്പോർട്ട് കാണേണ്ടവർ കണ്ടു. ന്യൂസ് 18 ബിഗ് ഇംപാക്ട്. ആലപ്പുഴ MLA PP ചിത്തരഞ്ജന്റെ നേതൃത്വത്തിൽ റിസോർട്ട് അധികൃതരുമായി നടന്ന ചർച്ച വിജയകരമായി പര്യവസാനിച്ചു. ഇപ്പോ ഫലത്തിൽ ഈ സ്ഥലം 3 മീറ്റർ വീതിക്ക് നമുക്ക് മുഴുവൻ ആവശ്യപ്പെട്ടതുപോലെയുള്ള വഴി സാധ്യമാക്കി. ഫാറം അവരെ ഏൽപ്പിച്ചു. വഴി നന്നായിട്ട് എർത്ത് വർക്ക് നടത്തി ജനകീയമായിട്ട് എർത്ത് വർക്ക് നടത്തണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ അജണ്ട ബ്രേക്കിംഗ് ന്യൂസുകളല്ല, ജനങ്ങൾക്ക് വേണ്ടിയുള്ള വാർത്താ ദൗത്യമാണ്. ന്യൂസ് 18 കേരളം എന്നും ജനപക്ഷത്ത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള നിർണായക ചർച്ചകൾക്ക് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. ജില്ലാ നേതൃത്വങ്ങൾ സമർപ്പിച്ച പ്രാഥമിക പട്ടിക സെക്രട്ടേറിയറ്റ് വിശദമായി പരിശോധിക്കും. ഒന്നിലേറെ പേരുകൾ വന്നതും തർക്കമുള്ളതുമായ സീറ്റുകളിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് നിർണായകമാകും. വിജയ സാധ്യത മാത്രം മാനദണ്ഡമാക്കണമെന്നും ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകണമെന്നുമാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം. കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജയുടെ സ്ഥാനാർത്ഥിൽ ഉൾപ്പെടെ നിർണായക തീരുമാനങ്ങളുണ്ടാകും. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരും. ഡാന്, KK ശൈലജയുടെ കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ കാര്യമായി നടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ ആരൊക്കെ മത്സരിക്കുമെന്ന കാര്യത്തിലും തീരുമാനത്തിലേക്ക് വരണം. ശൈലജയുടെ പേര് ലിസ്റ്റിലില്ല, അത് പ്രധാനമാണ്. പക്ഷേ തീരുമാനമുണ്ടാകും, കാരണം ഇല്ലെങ്കിൽ വലിയ ചർച്ചയ്ക്ക് പാത്രമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്താണ് മനസ്സിലാക്കേണ്ടത്? ജയസാധ്യത മാത്രം മാനദണ്ഡമാക്കിയായിരിക്കണം സ്ഥാനാർത്ഥി നിർണയം നടത്തേണ്ടത് എന്ന ഒരു പൊതു വിലയിരുത്തലാണ് CPMന്റെ സംസ്ഥാന നേതൃത്വത്തിലുള്ളത്. ജില്ലാ ഘടകങ്ങൾക്കും അത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അതിനുശേഷമാണ് ജില്ലാ സെക്രട്ടേറിയറ്റുകൾ ചേർന്ന് അത്തരത്തിൽ ഒരു പട്ടിക തയ്യാറാക്കി സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിരിക്കുന്നത്. ആ പട്ടികയിന്മേലായിരിക്കും സംസ്ഥാന നേതൃത്വം ഇന്ന് വിശദമായ ചർച്ച നടത്തുക. അതിൽ തന്നെ പ്രധാനമായി KK ശൈലജയ്ക്ക് പട്ടികയിൽ നിന്ന് KK ശൈലജ ഒഴിവായതിൽ ഒരു വിഭാഗം കടുത്ത അമർഷത്തിലാണ്. ആ കാര്യം
സംസ്ഥാന നേതൃത്വം വിശദമായി തന്നെ ചർച്ച ചെയ്യും. അതോടൊപ്പം ടേം വ്യവസ്ഥയിൽ മാറ്റം വരുത്തണം, ഇളവ് അനുവദിക്കണം. കാരണം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ടേം വ്യവസ്ഥയ്ക്കല്ല പരിഗണന നൽകേണ്ടത്, ജയസാധ്യതയ്ക്ക് മാത്രമാകണം എന്ന ഒരു പൊതു വിലയിരുത്തൽ സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ആരൊക്കെ കെ ശൈലജ ഉൾപ്പെടെയുള്ളവരുടെ കാര്യത്തിൽ അങ്ങനെയെങ്കിൽ അനുകൂലമായൊരു തീരുമാനം വരുമോ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് എന്നതാണ് ഇനി അറിയാനുള്ളത്. 5 തവണ മത്സരിച്ച ശൈലജയ്ക്ക് ഇനി മത്സരിക്കാൻ അവസരം നൽകേണ്ടതില്ല എന്നൊരു പൊതു വിലയിരുത്തലായിരുന്നു ജില്ലയിൽ നിന്ന് സമർപ്പിച്ച പട്ടികയിൽ കഴിഞ്ഞ ദിവസം ഇടം പിടിച്ചത്. അതുകൊണ്ടാണ് കെ ശൈലജ ഒഴിവാക്കപ്പെട്ടേക്കുമെന്നുള്ള സൂചനകളൊക്കെ പുറത്തു വന്നത്. പക്ഷേ സംസ്ഥാന നേതൃത്വം ആ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് നിർണായകമായിട്ടുള്ളത്. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ചേരുന്നത്. അന്തിമ പട്ടികയ്ക്ക് രൂപം നൽകാനായി അടുത്ത ആഴ്ചയായിരിക്കും സംസ്ഥാന സമിതി യോഗം ചേരുക. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു. ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നോടിയായുള്ള നിർണായക ചർച്ചയ്ക്ക് സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ഡൽഹിയിലെത്തും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി ചെയർമാൻ രമേശ് ചെന്നിത്തല, ഭാരവാഹികൾ തുടങ്ങിയവർ ചർച്ചയുടെ ഭാഗമാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. നാളെയാകും ഹൈക്കമാൻഡ് പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുക. പുതുയുഗയാത്ര സമാപിക്കുന്നതിന് പിന്നാലെ 40 പേരുടെ ആദ്യഘട്ട പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഡാൻ ഉണ്ട്. ഡാന് പല മണ്ഡലങ്ങളിലും ഒറ്റപ്പേര് മാത്രമാണ് ഈ 40 സീറ്റുകൾ എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ തർക്കമുണ്ടാകാൻ സാധ്യതയില്ല. മറ്റു സീറ്റുകളുടെ കാര്യത്തിലും ധാരണയാകണം. ഇതൊക്കെ എപ്പോഴേക്ക് ഒരു ഫൈനൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? 20 സിറ്റിംഗ് MLA-മാർക്ക് പുറമെ ശേഷിക്കുന്ന 20 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൂടി ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കാനുള്ള നീക്കമാണ് സജീവമായി കോൺഗ്രസ് നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ പാലക്കാട്, തൃപ്പൂണിത്തറ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ആരാകും എന്ന കാര്യത്തിൽ വിശദമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ സംവരണ സീറ്റുകളിലെയും വനിതാ സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെയും അതോടൊപ്പം തർക്കങ്ങളില്ലാതെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങളും ഒരുപക്ഷെ ആദ്യഘട്ടം കോൺഗ്രസ് പ്രഖ്യാപിക്കുന്ന പട്ടികയിൽ, സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായേക്കാമെന്നാണ് സൂചന. തിരുവനന്തപുരം അടക്കം ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും തർക്കങ്ങൾ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിൽ വിശദമായ ചർച്ചകൾക്ക് ശേഷമേ സ്ഥാനാർത്ഥി ആരാകണമെന്ന കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ. സംസ്ഥാനത്തെ എല്ലാ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ഇന്ന് ഡൽഹിയിലെത്തും. നാളെയായിരിക്കും മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളുമായി വിശദമായ ചർച്ച AICC ആസ്ഥാനത്ത് വെച്ച് നടക്കുക. പുതുയുഗയാത്ര അവസാനിക്കുന്നതിന് പിന്നാലെ, അതായത് മാർച്ച് ആദ്യവാരമോ അല്ലെങ്കിൽ 2ാം വാരമോ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് സൂചന. എന്തായാലും വിശദമായ ചർച്ചകളായിരിക്കും ഡൽഹിയിൽ നടക്കുക. സംസ്ഥാനത്ത് തിരുവനന്തപുരം സെൻട്രൽ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളുടെ പേരിലുണ്ടായിരിക്കുന്ന തർക്കങ്ങൾ ഡൽഹിയിൽ നടക്കുന്ന ചർച്ചയിൽ, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചയിൽ വിശദമായൊരു പരിഹാരത്തിലേക്ക് എത്തിയേക്കും. സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളിൽ നിലനിൽക്കുന്ന തർക്കങ്ങൾ കൂടി ഡൽഹി ചർച്ചയിൽ പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് സൂചന. അങ്ങനെയെങ്കിൽ അതിനുശേഷം എത്രയും പെട്ടെന്ന് തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനുള്ള നീക്കമാണ് കോൺഗ്രസ് ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു. തിരുവനന്തപുരം നഗരൂരിൽ പോലീസ് ജീപ്പ് തടഞ്ഞ ഉദ്യോഗസ്ഥരെ അസഭ്യം പറഞ്ഞ സംഭവത്തിൽ 9 CPM DYFI പ്രവർത്തകർക്കെതിരെ കേസ്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കേസ്. കോൺഗ്രസ് ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചതിൽ പോലീസ് കേസെടുത്തതാണ് പ്രകോപനം. നിന്നെ വിളിക്കാണ്, നിന്നെ നീ എന്തുണ്ടാക്കും, നീ എന്തുണ്ടാക്കും, നിനക്കടിക്കണം, നിനക്കുണ്ടാക്കണ്ട ഞങ്ങള് അഭിലാഷ് വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാഷ്, അധികാരത്തിന്റെ ഹുങ്ക്, ധാർഷ്ട്യം ഒരു പോലീസ് ഉദ്യോഗസ്ഥന് നേരെയാണ് ഇങ്ങനെ അസഭ്യം പറയുന്നത്. കൃത്യമായ നടപടികൾ സ്വീകരിക്കുമോ? അഭിലാഷിലേക്ക് വരാം. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകണം. മന്ത്രി വീണ ജോർജിനെതിരായ കരിങ്കൊടി പ്രതിഷേധത്തിൽ റിമാൻഡിലായവരുടെ ജാമ്യാപേക്ഷ
കോടതി പരിഗണിക്കും എന്ന വിവരം കൂടി പുറത്തുവരുന്നുണ്ട്. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. ഇന്നലെ കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടിയിരുന്നു. വധശ്രമം അടക്കമുള്ള ഗുരുതര വകുപ്പുകളാണ് അറസ്റ്റിലായവർക്കെതിരെ ചുമത്തിയത്. കേസിൽ മന്ത്രിയുടെ മൊഴിയെടുക്കാൻ RPF ശ്രമിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇന്നലെ പുലർച്ചെ കണ്ണൂരിൽ നിന്ന് തിരിച്ച മന്ത്രി വീണ ജോർജ് പത്തനംതിട്ടയിലെ വീട്ടിലാണ് ഉള്ളത്. ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച KSU നേതാവ് ബിതിൻ ബാലന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ പ്രതികളെ കണ്ടെത്താതെ പോലീസ്. ആക്രമിച്ചത് CPM എന്നാണ് UDFന്റെ ആരോപണം. പ്രതികളെ പിടികൂടിയില്ലെങ്കിൽ ശക്തമായ സമരം നടത്താനാണ് UDFന്റെ തീരുമാനം. പ്രദേശത്ത് കനത്ത പോലീസ് സുരക്ഷ ഉണ്ട്. JB കോശി കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സഭകളുടെ ആശങ്കകൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച യോഗം ഇന്ന്. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭായോഗം റിപ്പോർട്ട് തത്വത്തിൽ അംഗീകരിച്ചിരുന്നു. ഔദ്യോഗികമായി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാനും തീരുമാനമെടുത്തിരുന്നു. മുഴുവൻ ശുപാർശകളും നടപ്പാക്കണമെന്നും എത്രയും വേഗം റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണമെന്നുമാണ് ക്രൈസ്തവ സഭകളുടെ ആവശ്യം. ഇന്ന് വൈകിട്ട് 4:30 മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലാണ് സഭാ നേതൃത്വങ്ങളുമായി ചർച്ച നടക്കുക. കാസർഗോട്ട് മോഷണക്കുറ്റം ആരോപിച്ച് നാൽത്തടുക്ക സ്വദേശിനി ജസീല ജീവനൊടുക്കിയ സംഭവത്തിൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി ആക്ഷൻ കമ്മിറ്റി. മാലമോഷണത്തിനും കുടുംബബന്ധം തകർത്തതിനും പിന്നിൽ ആൺ സുഹൃത്തെന്ന് ആക്ഷൻ കമ്മിറ്റി പറഞ്ഞു. സംഭവത്തിൽ വൻ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ആക്ഷൻ കമ്മിറ്റി ന്യൂസ് 18 വ്യക്തമാക്കി. അന്വേഷണം വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത്. മോഷണക്കുറ്റം ആരോപിച്ചതിനെ തുടർന്ന് മനംനൊന്ത് ജസീല ജീവനൊടുക്കിയ സംഭവത്തിൽ അന്വേഷണം എങ്ങും എത്താത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. എന്നാലും ഈ സംഭവത്തിൽ യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരണമെന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ പ്രധാന ആവശ്യം. ഏതായാലും നമ്മോടൊപ്പം ആക്ഷൻ കമ്മിറ്റി ഭാരവാഹി തന്നെ ചേരുന്നു. ജാഫറാണ് നമ്മോടൊപ്പം ചേരുന്നത്. നിലവിൽ എന്താണിപ്പോൾ ഈ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാനിടയായ സാഹചര്യം? ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കേണ്ട സാഹചര്യം എന്ന് വെച്ചാൽ ഒരു മോഷണക്കുറ്റം, ഇല്ലാത്തൊരു മോഷണക്കുറ്റം ആരോപിച്ചുകൊണ്ടാണ് ജസീലയുടെ പേരിൽ ഒരുപാട് അവഹേളനം നേരിടേണ്ടി വന്നത് ആ കുട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു മോഷണക്കുറ്റം ആരോപിച്ചുകൊണ്ടാണ് ജസീലയെ ആദൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും അവിടെ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ജസീലയുടെ മൊഴിയെടുക്കുകയും ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ മൊഴിയിൽ സംശയമൊന്നും തോന്നാത്തത് കൊണ്ട് അതായത് ജസീല ഇത്തരത്തിലൊരു സ്വർണം എടുത്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് അവർ കണ്ടെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസൊന്നും രജിസ്റ്റർ ചെയ്യാണ്ട് ജസീലയെ വിട്ടയക്കുകയും ചെയ്തൊരു സംഭവമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ മോഷണക്കുറ്റം ആരോപിച്ചു എന്ന് പറയുന്നത് ജസീലയുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടുകാരാണ്. ജസീലയുടെ ആ സുഹൃത്ത് ഈ ജസീലയുടെ ഭർത്താവിന്, ദുബായിലുള്ള ജസീലയുടെ ഭർത്താവിന് വാട്സപ്പ് വഴി വോയിസുകൾ അയക്കുകയും ആ വോയിസിൽ ഇവരുടെ ദാമ്പത്യ ജീവിതത്തെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള വോയിസുകളാണ് ആ സുഹൃത്ത് എന്ന് പറയുന്ന വ്യക്തി ജസീലയുടെ ഭർത്താവിന് അയച്ചിട്ടുള്ളത് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജസീലയുടെ ഭർത്താവ് ജസീലയ്ക്ക് ഫോൺ വിളിക്കുകയും ഒരുപാട് ഷൗട്ട് ചെയ്യുകയും ആ കുട്ടിയെ മാനസികമായി തളർത്തുന്ന രീതിയിൽ, അവരുടെ കുടുംബബന്ധം തകർന്നു എന്ന് തന്നെ പറയാം, ആ ഒരു രീതിയിലാണ് ജസീലയുടെ ഭർത്താവ് ഈ കുട്ടിയോട് സംസാരിച്ചിട്ടുള്ളത്. മാനസികമായി തളർന്നു കിടക്കുന്ന ഒരു സഹോദരിയുടെ അടുത്തേക്ക് ഈ സുഹൃത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടുകാരും, സുഹൃത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ ഉമ്മയും വേറൊരു സ്ത്രീയും, അതേപോലെ ഈ ജസീലയുടെ ഭർത്താവിൻ്റെ ഉമ്മയും പെങ്ങളും, അതുപോലെ കുറച്ച് ആൾക്കാർ ഈ ജസീലയുടെ വീട്ടിലേക്ക് വരികയും അതിനു മുമ്പ് ജസീലയുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഈ സുഹൃത്തിൻ്റെ വീട്ടുകാർ പോയി അവിടെ പോയി പ്രശ്നങ്ങളും ഉണ്ടാക്കി. ഈ ജസീല എന്ന് പറയുന്ന സഹോദരി താങ്ങാവുന്നതിൽ കൂടുതൽ ആ പെണ്ണ് സഹിച്ചതാണ്. ഇതും കൂടി വന്നപ്പോൾ ആ കുട്ടിക്ക് ഒന്നും ചിന്തിക്കേണ്ടി വന്നില്ല. അങ്ങനെയാണ് കുട്ടി വിഷം കഴിക്കാനുണ്ടായ സാഹചര്യം. ഈ സ്വർണം 9.5 പവൻ മോഷണം പോയെന്നാണല്ലോ ആദൂർ പോലീസിൽ പരാതി. ഈ ആക്ഷൻ കമ്മിറ്റി അങ്ങനെ ഒരു സ്വർണം പോയതായി സംശയിക്കുന്നുണ്ടോ? അതല്ല ജസീല അല്ലാതെ എടുത്തെന്ന് കൃത്യം ബോധ്യമുണ്ടോ? മറ്റേ ആരെങ്കിലും ഇത് ഈ സ്വർണം എടുത്തോ? എന്താണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു 9.5 പവൻ മിസ്സായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ തന്നെ ആക്ഷൻ കമ്മിറ്റി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചുങ്ങളായി കേൾക്കുന്നല്ലേ. അപ്പോൾ അങ്ങനെ ഒരു 9.5 പവൻ മിസ്സായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ തന്നെ നമുക്ക് സംശയമുണ്ട്. ഇനി അഥവാ അങ്ങനെ ഒരു 9.5 പവൻ മിസ്സായിട്ടുണ്ടെങ്കിൽ തന്നെ, 9.5 പവനോ അതിൽ കുറവെന്നൊക്കെയാണ് പറയുന്നത് കേൾക്കുന്നുള്ളത്. ഇനി അഥവാ അങ്ങനെ ഒരു സ്വർണം മിസ്സായിട്ടുണ്ടെങ്കിൽ തന്നെ ഈ കുട്ടി എടുത്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ നമുക്കൊക്കെ പൂർണ്ണമായ ബോധ്യമുണ്ട്. എന്താ വെച്ചാൽ ആ കുട്ടി മരിക്കുന്നതിന് മുമ്പ് ചിത്രീകരിച്ച വീഡിയോ ഫുള്ള് എല്ലാവരും കണ്ടതാണ്. അതിൽ അവസാനമായിട്ട് ആ കുട്ടി പറയുന്നൊരു വാക്കുണ്ട്, അങ്ങനെ ഒരു സ്വർണം ഞാൻ എടുത്തിട്ടില്ല, ഞാൻ കണ്ടതുപോലുമില്ല, ഞാൻ എടുക്കാത്ത സാധനം ഞാൻ എങ്ങനെയാണ് തിരിച്ചു കൊടുക്കേണ്ടത്? കരഞ്ഞുകൊണ്ട് ചോദിക്കണേ. ഇന്നും നമ്മളെ മനസ്സിലൊരു എല്ലാവരും ജനങ്ങളെ ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ്, ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ് ആ ജസീല ബാക്കിയാക്കി പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സ്വർണം മിസ്സായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആരാണ് എടുത്തത്?
ചിലപ്പം ഈ ഞങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു സ്വർണം മിസ്സായിട്ടുണ്ടെങ്കിൽ അത് എടുത്തത് ഈ സുഹൃത്തുമായി ബന്ധപ്പെട്ട ആരോ എടുത്തതാണ്. ഉറപ്പാണ്, ഞങ്ങൾ അങ്ങനെയാണ് സംശയിക്കുന്നുള്ളത്. അപ്പോൾ ഒരുപാട് സംശയങ്ങളും ഒരുപാട് ഗൂഢാലോചനകൾ നടത്തുന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. ഇതിലൊരുപാട് ദുരൂഹതകളുണ്ട്, അതൊക്കെ പുറത്തു വരണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. ഈ ആൺസുഹൃത്ത് അഫ്രീദിനെ ഇതുവരെ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല. അതോടൊപ്പം ഭർത്താവിൻ്റെ മൊഴി കാര്യം ഇത് ഏറ്റവും പ്രധാനമാണ്, അതും എടുക്കാൻ തയ്യാറായിട്ടില്ല. എങ്ങനെയാണ് ഈ അഫ്രീദിയുമായിട്ടുള്ള ഒരു ബന്ധം നിങ്ങൾക്ക് കാണുന്നത്? അഫ്രീദി ഈ സംഭവത്തിൽ ഏത് രീതിയിൽ ഉൾപ്പെട്ടിരുന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? അഫ്രീദി ഈ മെയിനായിട്ട് ഇവരുടെ ദാമ്പത്യ ജീവിതം തകർക്കുന്ന രീതിയിൽ ഭർത്താവിനെ വിളിച്ച് ഒരുപാട് സംശയിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ്. ഭർത്താവിന് ഭാര്യയെ സംശയിപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളാണ് അഫ്രീദിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതാണെന്ന് നമ്മൾ കരുതുന്നുള്ളത്. അപ്പോൾ മെയിൻ അവരുടെ ദാമ്പത്യ ജീവിതം തകർക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി അവൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ളൂ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നൊന്ന് വെറുതെ ഒരു ഇല്ലാത്തൊരു മോഷണക്കുറ്റം ഈ കുട്ടിയുടെ പേരിൽ ആരോപിച്ചു. ഈ സുഹൃത്തിൻ്റെ അഫ്രീദിൻ്റെ വീട്ടുകാരാണ് അങ്ങനെ ആരോപിക്കുന്നുള്ളത്. അപ്പോൾ അതിൽ അങ്ങനൊരു സ്വർണം ആ കുട്ടി എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം. അപ്പോൾ ആ സ്വർണം എവിടെയാണ്, അതാണ് ആദ്യം കണ്ടെത്തേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ആക്ഷൻ കമ്മിറ്റി ശക്തമായ രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നുള്ളത്. ഞങ്ങൾക്ക് ആദ്യം തെളിയേണ്ടത് ആ സ്വർണം ആരെടുത്തു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ആദ്യം അറിയേണ്ടത്. എന്തായാലും ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ഇതിൽ സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തി ജസീലയുടെ വീഡിയോയിൽ തന്നെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അത്തരം ആളുകളെല്ലാം കൃത്യം ചോദ്യം ചെയ്ത് ഇതിൽ ഒരു ഉത്തരം കണ്ടെത്തണമെന്ന ആവശ്യം തന്നെയാണ് ആക്ഷൻ കമ്മിറ്റി മുന്നോട്ട് വെക്കുന്നതും. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയതിനെ ചൊല്ലി രാഷ്ട്രീയ പോര്. പഞ്ചാബ്, ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ ആം ആദ്മി പാർട്ടി BJPയുമായി സന്ധി ചെയ്തെന്നും പ്രതീക്ഷിത തിരക്കഥയാണെന്നുമാണ് കോൺഗ്രസിന്റെ ആരോപണം. എന്നാൽ രാഹുൽ ഗാന്ധിയും റോബർട്ട് വധേരയും ജയിലിൽ പോയോ എന്നായിരുന്നു കെജ്രിവാളിന്റെ തിരിച്ചടി. ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ ഒന്നടങ്കം വിധിയെ സ്വാഗതം ചെയ്യുമ്പോഴാണ് കോൺഗ്രസ് ഇത് ചോദ്യം ചെയ്ത് രംഗത്ത് വരുന്നത്. രാകേഷ് ഉണ്ട്. രാകേഷ്, കോടതി ചോദിച്ച നിരവധി ചോദ്യങ്ങളുണ്ട് CBIയോട്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കേസ് നിങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ള കാര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ആരോപണം വളരെ കൃത്യമായി മോദിക്കും അമിത്ഷായ്ക്കുമെതിരെയായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഇത്തരമൊരു സംശയം? രഞ്ജിത്ത്, ഏതായാലും ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ ഒന്നടങ്കം കേജ്രിവാളിന് പിന്തുണയുമായി ഇന്നലെ രംഗത്ത് വന്നിരുന്നു. സമാജ്വാദി പാർട്ടിയും RJD ഒപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയവരൊക്കെ തന്നെ രംഗത്ത് വന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിലൊക്കെ തന്നെ കുറിച്ചിരുന്നു. പക്ഷേ കോൺഗ്രസ് അത്തരമൊരു നിലപാടല്ല ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ആദ്യം തന്നെ ഈ പരാതി നൽകുന്നത് കോൺഗ്രസ് ആണ്. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് 2022 ഈ പരാതി നൽകിയത് കോൺഗ്രസ് ആയിരുന്നു. ലഫ്റ്റനന്റ് ഗവർണർക്കായിരുന്നു അന്നത്തെ ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പരാതി നൽകിയിരുന്നു. പിന്നീട് കോൺഗ്രസ് ഈ വിഷയത്തിൽ നിലപാട് മാറ്റുന്നതും കണ്ടു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ടു പാർട്ടികളും സഖ്യമായി മത്സരിച്ചപ്പോൾ കേജ്രിവാൾ അടക്കമുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് രാംലീല മൈതാനിയിൽ വലിയ റാലി നടത്തിയതാണ്. അന്ന് അന്വേഷണ ഏജൻസികളെ കേന്ദ്രം ദുരുപയോഗം ചെയ്യുന്നു എന്ന നിലപാടായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും ആ സഖ്യം തെറ്റിപ്പോയി, പിളർന്നു. ആ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ മദ്യനയം കോൺഗ്രസ് സജീവ ചർച്ചയാക്കുകയും ചെയ്തതാണ്. ഏതായാലും ഇപ്പോൾ വലിയ വിമർശനം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇത് മുൻകൂട്ടി നിശ്ചയിച്ചൊരു തിരക്കഥയാണ്, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ധാരണയാണ് എന്ന ആരോപണമാണ് കോൺഗ്രസ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. അതിന് പ്രധാന കാരണമായി അവർ പറയുന്നത്, രണ്ട് പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു. ഒന്ന് ഗുജറാത്തും മറ്റൊന്ന് പഞ്ചാബുമാണ്. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയാണ് നിലവിൽ ഭരിക്കുന്നത്. അവിടെ പ്രധാനപ്പെട്ട പ്രതിപക്ഷം ഇപ്പോൾ കോൺഗ്രസ് ആണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് നീക്കുപോക്കെന്ന ആരോപണം അവർ ഉന്നയിക്കുന്നു. രണ്ടാമത്തത് ഗുജറാത്താണ്, തുടർച്ചയായി BJP ഭരിച്ചു വരുന്ന സംസ്ഥാനം. അവിടെ ആം ആദ്മി പാർട്ടി ഇപ്പോൾ പടിപടിയായി വളർച്ച നേടിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ്. കഴിഞ്ഞ തവണ ഏതാണ്ട് 7% വോട്ട് അവർ നേടിയിട്ടുണ്ട്. 5 സീറ്റുകളിലും അവർ വിജയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അത്തരം ചില നീക്കങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ധാരണയാണ് എന്നാണ് കോൺഗ്രസിൻ്റെ ആരോപണം. ഏതായാലും അതിന് മറുപടിയായാണ് ഇപ്പോൾ ഇന്നലെ കേജ്രിവാൾ തന്നെ രംഗത്ത് വന്നത്. ഇന്നലെ വൈകിട്ട് ഏറെ വൈകി നടന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ചില ചോദ്യങ്ങൾ ഉന്നയിച്ചത്, താനും മനീഷ് സിസോദിയും സഞ്ജയ് സിംഗും ഒക്കെ ജയിലിൽ പോയി, രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ റോബർട്ട് വാദ്രയോ
അത്തരത്തിൽ ജയിലിൽ പോയോ? കോൺഗ്രസ് നാണമില്ലേ എന്ന ചോദ്യമാണ് കേജ്രിവാൾ ചോദിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് സാധ്യതയുണ്ട്. ഏതായാലും BJP ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. BJP ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം കുറ്റവിമുക്തനാക്കി എന്നതുകൊണ്ട് തെറ്റ് ചെയ്തിട്ടില്ല എന്ന അഭിപ്രായം, അങ്ങനത്തെ ഒരു നിലപാടില്ല എന്ന പ്രതികരണമാണ് ഇപ്പോൾ BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും ഇതൊരു രാഷ്ട്രീയമായി തന്നെ ആം ആദ്മി പാർട്ടി ഇതിനെ മാറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അവർക്ക് ഡൽഹി നഷ്ടപ്പെടാൻ ഇടയാക്കിയ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഈ നേതാക്കളുടെയൊക്കെ തന്നെ ജയിലിലായിരുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല, അഴിമതി വിരുദ്ധ പ്രതിച്ഛായയായിരുന്നു ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരുന്നെങ്കിൽ മദ്യനയ അഴിമതിയോടുകൂടി നേതാക്കൾ അഴിമതിക്കാരാണെന്ന് പ്രതീതി ഉണ്ടാക്കാനെന്ന് BJPക്ക് സാധിച്ചു. അപ്പോൾ സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ കോടതി കുറ്റവിമുക്തനാക്കിയത് അടക്കമുള്ള വിഷയങ്ങൾ വരും ദിവസങ്ങളിലും വലിയ ചർച്ചയാക്കാൻ തന്നെയാണ് തീരുമാനം. അതിൻ്റെ ഭാഗമായി തന്നെയാണ് വീണ്ടും ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ BJPയെ വെല്ലുവിളിച്ചതും 10 സീറ്റിൽ കൂടുതൽ BJPക്ക് നേടാൻ കഴിയില്ല എന്നൊക്കെ തന്നെ കേജ്രിവാൾ പങ്കുവയ്ക്കുകയും ചെയ്തത്. ഏതായാലും ഇന്നും വലിയ ചർച്ച ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. രഞ്ജിത്ത്. ER രാഗേഷ് വിവരങ്ങൾ പങ്കുവച്ചു. കഴിഞ്ഞ 11 വർഷത്തിനിടെ ഇന്ത്യ അതിൻ്റെ യഥാർത്ഥ ശക്തി തിരിച്ചറിഞ്ഞെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂസ് 18 റൈസിംഗ് ഭാരതിലാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. ഇന്ത്യ ലോകത്തെ 3ാമത്തെ മെട്രോ നെറ്റ്വർക്കായി മാറി. ഇന്ത്യ ഇപ്പോൾ സാങ്കേതികവിദ്യ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. हमने मैन्युफैक्चरिंग पर काम किया, हमने मेक इन इंडिया पर बल दिया, हमने अपने बैंकिंग सिस्टम को सशक्त किया, महंगाई जो डबल डिजिट की दर से भाग रही थी उसको कंट्रोल किया और भारत को दुनिया का ग्रोथ इंजन बनाया। भारत का यही सामर्थ्य है कि दुनिया के विकसित देश सामने से भारत के साथ വിമർശിച്ചു. രാജ്യത്തിന് ഗുണകരമാകുന്ന എല്ലാത്തിനും അവർ എതിരാണെന്നും മോദി പറഞ്ഞു. कांग्रेस अपने कितने ही कपड़े फाड़ ले, हम निरंतर काम करते रहेंगे। साथियों, राष्ट्र निर्माण की, नेशन बिल्डिंग की एक बहुत अहम शर्त होती है नेक नीयत की। कांग्रेस और उसके साथी दल इसमें भी फेल रहे हैं। कांग्रेस और उसके साथियों ने कभी नेक नीयत के साथ काम नहीं किया। गरीब का दुख, उसकी तकलीफ से भी इन्हें कोई वास्ता नहीं है। ജൈവമാലിന്യ സംസ്കരണത്തിന് BPCLന്റെ സഹകരണത്തോടെ പൂർത്തിയാക്കിയ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നാടിന് സമർപ്പിക്കും. ബ്രഹ്മപുരത്തെ കൊച്ചി കോർപ്പറേഷൻ ഭൂമിയിൽ 80 കോടി ചെലവിട്ട് സ്ഥാപിച്ച പ്ലാന്റിൽ ദിവസവും 150 ടൺ ജൈവമാലിന്യം സംസ്കരിച്ച് വളവും ബയോഗ്യാസും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഇതോടെ പതിറ്റാണ്ടുകളായി കൊച്ചി നിവാസികൾ അനുഭവിക്കുന്ന മാലിന്യ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ കൊച്ചി കോർപ്പറേഷൻ ഭൂമിയിൽ പ്രതിദിനം 150 ടൺ ജൈവമാലിന്യം CBG ആക്കാൻ ശേഷിയുള്ള ആധുനിക പ്ലാന്റ് ബ്രഹ്മപുരത്ത് സജ്ജമായി. ദിവസവും 150 ടൺ ജൈവമാലിന്യം സംസ്കരിച്ച് വളവും ബയോഗ്യാസുമാക്കി മാറ്റാം. 80 കോടിയാണ് നിർമ്മാണ ചെലവ്. പൂർണ്ണതോതിൽ പ്രവർത്തനമാകുന്നതോടെ ദിവസവും 5.6 ടൺ കംപ്രസ്ഡ് ബയോഗ്യാസും 28 ടൺ ജൈവവളവും ഉൽപ്പാദിപ്പിക്കാനാകും. ഗതാഗതം, വാണിജ്യം, വ്യവസായം, ഗാർഹികം എന്നീ മേഖലകളിൽ CNGക്ക് പകരം ഇന്ധനമായി കംപ്രസ്ഡ് ബയോഗ്യാസിന്റെ ഉൽപ്പാദനം സാധ്യമാക്കുകയാണ് ലക്ഷ്യം. So what happens, the entire municipal waste of Kochi is being segregated and given to this CBG plant
and here this CBG waste will get converted to hydrogen, which will be fed directly to the refinery. In that sense, it is the first plant in the country where the municipal waste is getting converted to gas and being fed to refinery directly. Plus, whatever waste is coming is getting converted to solid and liquid manure, and that will be given to farmers, sold to farmers as organic manure. So that way, the big problem of pollution municipal waste will be solved for Kochi. As well as this is part of our net zero ambition of BPCL, wherein we have said that we achieve net zero target by 2040. This is part of that vision for us. 7000 മെട്രിക് ക്യൂബ് ശേഷിയുള്ള 2 ടാങ്കുകളിലാണ് വേർതിരിച്ച മാലിന്യം ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കാൻ സൂക്ഷിക്കുക. മാലിന്യം വേർതിരിക്കുവാനും ഖരമാലിന്യം ഒഴിവാക്കുവാനും വേർതിരിച്ച മാലിന്യം മിക്സ് ചെയ്യാനും യന്ത്രങ്ങളുണ്ട്. ശുദ്ധീകരിക്കുന്ന ബയോഗ്യാസ് അമ്പലമുകളിലെ പൈപ്പ് ലൈൻ വഴി BPCL റിഫൈനറിയിലേക്ക് എത്തിക്കും. പ്ലാന്റിന്റെ കാലാവധിയായ 25 വർഷം നടത്തിപ്പും സംരക്ഷണവും BPCLനാണ്. മാലിന്യ സംസ്കരണത്തിൽ കൃത്യമായ പദ്ധതിയില്ലാത്ത കൊച്ചിൻ കോർപ്പറേഷൻ കേട്ട പഴി ചെറുതൊന്നുമല്ല. BPCLന്റെ ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ മറ്റുള്ളവർക്കും ഇതൊരു മാതൃകയാകുമെന്ന് ഉറപ്പാണ്. ക്യാമറാമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് നല്ലളം മോഡേൺ ബസാറിൽ കാറുകൾ കൂട്ടിയിടിച്ച് 3 മരണം. ഗുരുതരമായി പരിക്കേറ്റ 2 പേർ വെന്റിലേറ്ററിലാണ്. രാമനാട്ടുകര സ്വദേശികളായ ദിനിൽ, അജീഷ്, വിമൽ എന്നിവരാണ് മരിച്ചത്. ലോറിയും കാറുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ യാത്രക്കാർ വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിച്ചത്. അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, രാത്രിയിലാണ് ഈ അപകടം ഉണ്ടായതെന്ന് മനസ്സിലാകുന്നു. എന്താണ് സംഭവിച്ചത്? രഞ്ജിത്ത്, ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് നല്ലളം മോഡേൺ ബസാറിലാണ് സംഭവം. നിർത്തിയിട്ട ലോറിയിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു. യുവാക്കൾ 3 പേരാണ് മരിച്ചിരിക്കുന്നത്. രാമനാട്ടൂർ സ്വദേശികളായ ദിനിൽ, അജീഷ്, ഫറൂഖ് സ്വദേശിയായ വിമൽ എന്നിവർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന നിഗമനമാണ് ഇപ്പോൾ ഉള്ളത്. മൊബൈൽ ടവറിന്റെ ജോലി കഴിഞ്ഞ് മടങ്ങിയവർ ആണ് ഈ ആളുകൾ. കാറിലുണ്ടായിരുന്ന ആളുകൾ 5 പേർ കാറിനകത്തുണ്ടായിരുന്നു. 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഈ അപകടത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാ സേനാ ഉദ്യോഗസ്ഥരും മറ്റും കാർ വെട്ടിപ്പൊളിച്ചാണ് ഉള്ളിൽ കുടുങ്ങിയവരെ പുറത്തെത്തിച്ചത്. പിന്നീട് അവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 3 പേർ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. പരിക്കേറ്റ 2 പേര് സ്വകാര്യ ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമായി ചികിത്സയിലാണ് ഇപ്പോൾ. ശരി. തിരുവനന്തപുരം കരമനയിൽ വാഹനാപകടത്തിൽ 3 മരണം. ബൈക്ക് ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടം. ഹോട്ടൽ തൊഴിലാളികളും നെയ്യാറ്റിൻകര സ്വദേശികളുമായ പ്രണവ്, സജിൻ എന്നിവരും ഇതര സംസ്ഥാന തൊഴിലാളികളായ ഋതിക്കുമാണ് മരിച്ചത്. നിയന്ത്രണം തെറ്റിയ ബൈക്ക് ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പുലർച്ചെ ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു അപകടത്തിൽപ്പെട്ടവർ. 3 പേരും ഒരു ബൈക്കിലാണ് സഞ്ചരിച്ചിരുന്നത്. മുഴുപ്പിലങ്ങാട് ധർമ്മടം ബീച്ചിന്റെ ടൂറിസം സാധ്യതകൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താനാകണമെന്ന് മുഖ്യമന്ത്രി. കണ്ണൂർ മുഴുപ്പിലങ്ങാട് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ മലബാർ കോർട്ട്യാർഡ് റിസോർട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുഴുപ്പിലങ്ങാട് ധർമ്മടം ബീച്ച് വികസനത്തിനായി 238 കോടി രൂപയുടെ പദ്ധതിക്കാണ് രൂപം നൽകിയത്. ഇത് കേരളത്തിന്റെ തന്നെ ടൂറിസം മേഖലയ്ക്ക് മുതൽക്കൂട്ടായി മാറുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നെയ്യാറ്റിൻകര ഡാലുമുഖംകാർക്ക് സുന്ദരി എന്ന നായ വെറും ഒരു തെരുവ് നായ ആയിരുന്നില്ല, നാടിന്റെ കാവൽക്കാരിയായിരുന്നു. അപകടത്തിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട സുന്ദരിയെ നിറകണ്ണുകളോടെയാണ് ഒരു കൂട്ടം യുവാക്കൾ യാത്രയാക്കിയത്. 1.5 വർഷം മുൻപാണ് സുന്ദരി എന്ന നായ ആരോ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഡാലുമുഖം എന്ന ഗ്രാമത്തിലെത്തുന്നത്. വൈകാതെ അവൾ നാട്ടുകാരുടെ പ്രിയപ്പെട്ടവളും യുവാക്കളുടെ കൂട്ടുകാരിയുമായി മാറി. കടകളടച്ച് ഗ്രാമം ഇരുട്ടിലേക്ക് മാറുമ്പോഴും സുന്ദരി കവലയിൽ കാവലായി ഉണ്ടാകും. ഇത് ചെറുകിട വ്യാപാരികൾക്കും വലിയൊരു ആശ്വാസമായിരുന്നു. നമ്മൾ പുറത്ത് എവിടെയും പോയിട്ട് വരുന്ന സമയത്തെല്ലാം അതിന് ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് വിടും. ഇവിടെയുള്ള പിന്നെ അടുത്ത് ചന്തയുണ്ട്. ചന്തയിൽ പോകുമ്പോൾ അവിടെ മീൻ കച്ചവടക്കാർ കുറച്ച് ഫിഷൊക്കെ അതിന് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരുമായിട്ട് നല്ല ഒരു സ്നേഹബന്ധമാണ് ആ സുന്ദരി എന്ന നായ നമ്മുടെ പുലർത്തിയിരുന്നത്. ഡാലുമുഖം LP UP സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾക്ക് മറ്റ് തെരുവ് നായ്ക്കളിൽ നിന്ന് ആക്രമണമുണ്ടാകാതെ സംരക്ഷണം ഉറപ്പാക്കുന്നത് സുന്ദരിയായിരുന്നു. ടാപ്പിംഗ് തൊഴിലാളികൾക്ക് ഇഴജന്തുക്കളുടെ സാന്നിധ്യം മുൻകൂട്ടി അറിയിച്ചും കാൽനട യാത്രക്കാർക്ക് തുണയായി ഒപ്പം നടന്നും സുന്ദരി എല്ലാവരുടെയും ബോഡി ഗാർഡായിരുന്നു. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ മറ്റു പട്ടികൾ ഓട്ടിക്കുമ്പോഴും ഈ സുന്ദരി എന്ന് പറയുന്ന പട്ടി നമ്മളെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്.
നമ്മൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴും ഇത് നമ്മളെ ബാക്കിൽ നിന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്കൊരു ധൈര്യമാണ്. കഴിഞ്ഞ ദിവസമാണ് വാഹനം തട്ടി സുന്ദരിക്ക് ജീവൻ നഷ്ടമായത്. മറവ് ചെയ്തത് പലയിടത്തും സുന്ദരിയുടെ ചിത്രങ്ങൾ പതിപ്പിച്ച ഫ്ലെക്സുകൾ സ്ഥാപിച്ചതിൽ നിന്ന് തന്നെ ഈ നായ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ സ്വാധീനം മനസ്സിലാക്കാൻ സാധിക്കും. തെരുവ് നായ ജനജീവിതത്തിന് ദുസ്സഹമാകുന്ന ഈ കാലഘട്ടത്തിൽ സുന്ദരി സ്നേഹം പകർന്ന് ജനങ്ങളുടെ മനം കവരുകയായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശവുമായി പാളയം ഇമാമിന്റെ പ്രസംഗം. പൊങ്കാലയ്ക്കെത്തുന്നവർക്കായി മസ്ജിദുകളും വീടുകളും വിശ്രമത്തിനായി തുറന്നു കൊടുക്കണമെന്നും പൊങ്കാല ദിവസം ഭക്ഷണവും പാനീയവും കരുതണമെന്നും ഇമാമിന്റെ പ്രസംഗത്തിന് ഇമാം പ്രസംഗിച്ചു. ഇതിന് വലിയ കയ്യടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു കാര്യം പ്രത്യേകമായിട്ട് ഉണർത്താനുണ്ട്. നമുക്കെല്ലാം അറിയാവുന്നത് പോലെ ആറ്റുകാൽ പൊങ്കാലയാണ് ഏതാനും ദിവസങ്ങൾക്കകം വരുന്നത്. വേറൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ടതാകയാൽ അതിൻ്റെ ആചാരങ്ങളിലും ചടങ്ങുകളിലും നമ്മൾ പങ്കാളികളല്ല. പക്ഷേ കുറേ സഹോദരിമാരും കുട്ടികളും തിരുവനന്തപുരം നഗരത്തിലേക്ക് അതിഥികളായിട്ട് എത്തുന്ന സന്ദർഭമാണ്. അവരുടെ ഏറ്റവും നല്ല ആതിഥേയരായിട്ട് മാറാൻ നമുക്ക് സാധ്യമാവണം. റമദാനിലാണ് ഈ വർഷം യാദർശികമായിട്ട്, കഴിഞ്ഞ വർഷവും അങ്ങനെയായിരുന്നു ഈ പൊങ്കാല ഉണ്ടാവുന്നത്. ഏതായാലും റമദാനിൻ്റെതായ ഏറ്റവും നല്ല സന്തോഷത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ അവർക്ക് സമ്മാനിക്കുവാൻ, നമ്മുടെ സഹോദരിമാർക്കും അതുപോലെ തന്നെ അവരുടെ കുട്ടികൾക്കും സമ്മാനിക്കുവാൻ നമുക്ക് സാധ്യമാവണം. കുടിവെള്ളവും റമദാൻ വിഭവങ്ങളുമെല്ലാം അവർക്ക് നാം സമ്മാനിക്കണം. അവർക്ക് വിശ്രമിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണം. നമ്മുടെ മസ്ജിദുകളും വീടുകളുമെല്ലാം അവരുടെ മുമ്പിൽ പൂർണ്ണമായും തുറക്കപ്പെടുന്ന ഒരു സാഹചര്യം തീർച്ചയായും ഉണ്ടാവേണ്ടതുണ്ട്. സ്നേഹവും സാഹോദര്യവും. ഡോക്ടർ APJ അബ്ദുൽ കലാം മാധ്യമ പുരസ്കാരം ന്യൂസ് 18 കേരളം സീനിയർ ആങ്കർ KP അഭിലാഷ് സ്വീകരിച്ചു. മികച്ച വാർത്താ അവതാരകനുള്ള പുരസ്കാരമാണ് അഭിലാഷിന് കിട്ടിയത്. തിരുവനന്തപുരം മ്യൂസിയം ഹാളിൽ നടന്ന ചടങ്ങിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ പുരസ്കാരം വിതരണം ചെയ്തു. മികച്ച നിയമസഭാംഗത്തിനുള്ള പുരസ്കാരം വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് ഏറ്റുവാങ്ങി. പ്രശാന്തിനെ സ്നേഹത്തോടെ പുരസ്കാരം സ്വീകരിക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. IB സതീഷ് MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അബ്ദുൾ കലാം സ്റ്റഡീസ് സെന്റർ ഡയറക്ടർ പൂവച്ചൽ സുധീർ, മറ്റ് ജനപ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ പങ്കെടുത്തു. നമുക്കിനി നമ്മുടെ സ്പെഷ്യൽ ഡേയിലേക്ക് പോകാം. പാലക്കാട് കല്ലേപ്പുള്ളിയിലെ ദാനിഷ് ദാവൂദിന് 14ാം പിറന്നാളാണെന്ന്. BM ഹയർ സെക്കൻഡറി സ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എല്ലാ ആശംസകളും നേടുന്നു ദാനിഷിന്. ഉമ്മ ജസ്നി, ഉപ്പ ദാവൂദ്, അനിയത്തിമാർ സനാ മെഹറിൻ, റന മെഹറിൻ എന്നിവർ. ഇന്ന് 15ാം പിറന്നാൾ ആഘോഷിക്കുന്ന ശ്രീ വൈഖ ബിരേഷിന് ജന്മദിനാശംസകൾ നേരുന്നു. കരിമത്ര ചക്രാട്ട് വീട്ടിൽ ബിരേഷിന്റെയും ബിന്ദ്രയുടെയും മകളാണ് ശ്രീ വൈഖ. 4 വർഷമാകുമ്പോൾ മാത്രം ഓരോ വയസ്സ് കൂടുന്ന ഒരാളുണ്ട് ഞങ്ങൾക്കിടയിൽ. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ബിനോയ് രാഗത്തിന്റെ ജന്മദിനം ഫെബ്രുവരി 29-നാണ്. ഈ വർഷവും ഫെബ്രുവരി 28 ദിവസമേ ഉള്ളൂ. നമുക്കറിയാം ഫെബ്രുവരി 20 ദിവസമാണ്. അതിനാൽ ന്യൂസ് 18 വിഷ്വൽ എഡിറ്റർ ബിനോയുടെ ബർത്ത്ഡേ ഞങ്ങൾ ഇന്ന് ആഘോഷിക്കുകയാണ്. കാരണം നാളെ 29 ദിവസമില്ല, നാളെ 1-ാം തീയതിയാണ്. ബിനോയ്ക്ക് 1000 ആശംസകൾ. ഒപ്പം ഇതേപോലെ വർഷം എത്ര കഴിഞ്ഞാലും ചെറുപ്പം തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. ഫെബ്രുവരി 29 പിറന്നാൾ കുട്ടികൾക്കെല്ലാം ഒപ്പം ജന്മദിനാശംസകളും നേരുന്നു. രാവിലെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.